ഹായ് ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ഭയങ്കര ബിസി ഡേ ആയിരുന്നു, അപ്പോൾ പിന്നെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ഡേ ഞാൻ മൂത്തമ്മാൻ്റെ വീട്ടിൽ പോക്കാണ്. അവിടെ പൂരം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാമല്ലോ എന്ന് കരുതിയിട്ടാട്ടോ പോണത്. പിന്നെ കുറേ ആയി അവരൊക്കെ കണ്ടിട്ട്. അപ്പം അങ്ങനെ മൂത്തമ്മാൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. സ്ഥലം പുള്ളുവൻപടിയാട്ടോ. പോയത് ബസ്സിലാണ് കേട്ടോ. അപ്പോൾ അത് ഞങ്ങളിതാ വീട്ടിലോട്ട് നടക്കണം. അപ്പോൾ പോണ വഴിയിൽ ഒരുപാട് ഷോപ്പും പൂരമായിട്ടുള്ള കുട്ടികളുടെ കളിക്കുന്നതും പിന്നെ അതുപോലത്തെ ഒരു ആനയും അതിനൊക്കെ കണ്ടിട്ടോ. ചെറിയൊരു അമ്പലമാണ് കേട്ടോ. ഒരു വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഇത്തിരി പോകാനുള്ള അമ്പലത്തേക്ക്. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് നടക്കുകയാണ്. പിന്നെ ഭത്തു ആനനെ കണ്ട സന്തോഷത്തിലാട്ടോ. ഭത്തുവിന് ആനേനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ. ആന എന്ന് പറയുന്നുണ്ട്. ആന എന്ന് പറയുമ്പോൾ ആന നല്ല ഞാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ മൂത്തമ്മാൻ്റെ വീട്ടിലോട്ട് നടക്കുകയാണ്. വീട്ടിലെത്തിയതിൻ്റെ ശേഷം പിന്നെ ഞാൻ ഭത്തുവിന് ഫുഡ് കൊടുത്തു. പിന്നെ അവരുടെ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കേട്ടോ. രാവിലെ പോകുന്നതല്ലേ. പിന്നെ ഭത്തു ഇപ്പം എൻ്റെ തൊട്ടടുത്ത് ഞാൻ വോയിസ് കൊടുക്കുമ്പോൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല. പിന്നെ അവിടെ എത്തിയപ്പോൾ ഒരു കുട്ടീനെ അവൾ കടിച്ചു കേട്ടോ. ആ ചെറിയ കുട്ടീനെ അവൾ കടിച്ചു. അങ്ങനെ സാധാരണ ഒരു കുട്ടീനെ അവൾ കടിക്കാറൊന്നുമില്ല, പക്ഷെ ഇന്ന് എന്താണെന്നറിയില്ല, പെട്ടെന്ന് അവൾ പോയി കടിച്ചു കേട്ടോ. പിന്നെ ഞങ്ങളിത് ഐസ്ക്രീമൊക്കെ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു, ബിരിയാണി ആയിരുന്നു. പിന്നെ ഞങ്ങൾ വൈകിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വീണ്ടും പൂരം കാണാൻ വേണ്ടി പോയിട്ടാവും. ഒരു വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അങ്ങനത്തെ ഞങ്ങൾ തൊട്ടടുത്ത് കയറി നടക്കാട്ടോ വരവൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം നല്ല ചെണ്ടാക്കൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കണ്ടു. പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഭത്ത് ഭയങ്കര കൈയായിട്ട് ഇങ്ങനെ ക്ലാപ്പൊക്കെ അടിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കരിങ്കാളി ഉണ്ടായിരുന്നു, പിന്നെ ആനേൻ്റെ വരവുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. പിന്നെ ബാൻഡടി, പിന്നെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു, എനിക്കങ്ങനെ കറക്റ്റായിട്ട് പറയാറില്ല. പിന്നെ താളം പിടിച്ചിട്ട് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു കേട്ടോ, ആനേനെയും കൊണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ അന്നത്തെ ഡേ. പിന്നെ എല്ലാവരും കാണാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ സന്തോഷം. പെട്ടെന്നുണ്ടായ വരവ്, ഞങ്ങൾ പോകുമെന്ന് വിചാരിച്ചതല്ല. പിന്നെ പെട്ടെന്ന് പോയി മൂത്തമ്മാൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയ പിന്നെ ടൈം പോയതേ അറിയില്ല. നല്ല രസമായിരുന്നു. ഞങ്ങൾ എന്നിട്ട് പെട്ടെന്ന് നൈറ്റ് പോവുകയും ചെയ്ത്. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേന് തിരിച്ച് വീട്ടിലോട്ട് പോയി. ഓട്ടോയിലാണ് പോയത്, ഷാജിക്കാരൻ്റെ ഓട്ടോയിലോട്ടോ പോയത്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഓട്ടോക്കാരനാണ്, അപ്പം അവരെ ഓട്ടോയിട്ടാണ് പോയത്. പിന്നെ ഞങ്ങളിതേ അമ്പലത്തിൻ്റെ തൊട്ടടുത്തൊരു പറമ്പുണ്ട്, അപ്പോൾ അവിടെ ഇരിക്കാൻ പോയിട്ട് എല്ലാവരും കൂടെ. എന്നിട്ട് പിന്നെ കുട്ടികൾക്ക് ഒരു ഫ്ലവറിൻ്റെ ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ടോയ് ഇങ്ങനെ ബലൂണ പോലത്തെ ഒരു സംഭവമാണ്. അത് അപ്പോഴേക്കും ഭത്ത് പൊട്ടിച്ചിട്ടുണ്ട്. വീട്ടിലേക്ക് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അപ്പോൾ തന്നെ ആളെ ഒരു പരിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. വീട്ടിലേക്ക് ഞങ്ങൾ ഓട്ടോ കയറാൻ വേണ്ടി നടക്കായിരുന്നു. അപ്പോൾ ആ സമയത്ത് അവൾ അതൊക്കെ അടിച്ചിട്ട് അതിൻ്റെ കാറ്റൊക്കെ പോയി. പിന്നെ അത് വലിച്ചെറിഞ്ഞു, പൈസ വെറുതെ പോയി. പിന്നെ ഇതേ ആനയൊക്കെ ഞങ്ങളിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. ആന എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ കേട്ടോ. പിന്നെ ഞങ്ങൾ ബാങ്ക് കൊടുക്കാൻ നേരമായപ്പോഴേക്കും വീട്ടിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ, 7 മണിയല്ല, നിസ്കാരമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 7:30 ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ അപ്പോഴത്തേനും ഓട്ടോ വിളിച്ച് വരണം പറഞ്ഞ് ഇവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞു. പിന്നെ ഞങ്ങൾ നടന്നു. ഇതാട്ടോ അവൾക്ക് വാങ്ങിച്ചു കൊടുത്തത്. ഇത് അപ്പോഴേക്കും അവൾ പൊട്ടിക്കുകയും ചെയ്തു. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് ഇങ്ങനെ നടക്കാൻ പോണ വഴിയിൽ ഓരോ കാഴ്ചകളൊക്കെ കണ്ടു. പിന്നെ എന്താ ചീട്ട് കളിക്കാന്നൊക്കെ പറയില്ല, അങ്ങനത്തെ സംഭവമൊക്കെ ആൾക്കാർ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വീട്ടിലോട്ട് പോയി ചായയൊക്കെ കുടിച്ച് ഉണ്ണിയപ്പവും നെയ്യപ്പം ഒക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ 10 ദിവസവും കുട്ടികളൊക്കെ കളിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു 7:30 ആകുമ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തെ കാഴ്ച കേട്ടോ അത്. ഞങ്ങളിങ്ങനെ ആസ്വദിക്കാമെന്ന് കരുതി ഇങ്ങനെ പോകുമ്പോഴാണ് വിളിച്ചത്, ഷാജിക്ക് അവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞിട്ട്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോകുക കേട്ടോ. അപ്പോൾ പോണ വഴിയിൽ കണ്ടതൊക്കെ ഷൂട്ട് ചെയ്തതാണ്. ഇതിക്കും നല്ല പരിപാടി ഇനിയുണ്ട്, നാടകം അങ്ങനത്തെ ഐറ്റംസൊക്കെ, പക്ഷേ അതിനൊന്നും ഞങ്ങൾ പോയില്ല. ഓട്ടോ വന്നപ്പോൾ പെട്ടെന്ന് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ്സൊക്കെ അറിയിക്കുക. പുതിയ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ഓക്കെ, ബൈ.